പുഴയിലിറങ്ങി ഇങ്ങനെ അനങ്ങാതെ പാറ പോലെ കിടക്കലാണ് നമ്മുടെ മഞ്ഞക്കൊമ്പൻ്റെ പ്രധാന ഹോബി. സാധാരണ മറ്റുള്ള ആനകളൊക്കെ പുഴയിലിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നേരം മുങ്ങി കുളിച്ചും മറ്റുള്ള ആനകളൊക്കെ ആയിട്ട് തല്ലുകൂടിയൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കാണാം. പക്ഷെ മഞ്ഞക്കൊമ്പൻ അങ്ങനെയല്ല. ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ കുറേ നേരം അനങ്ങാതെ കിടക്കും. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു പാറയായിട്ടേ തോന്നും. ആശാൻ പിന്നെ ഒന്ന് അങ്ങടോ ഇങ്ങടോ മാറിയാലാണ് ആനയാണെന്ന് മനസ്സിലാവുള്ളൂ. വെള്ളത്തിലിങ്ങനെ പകുതി ഭാഗമാണ് കാണുന്നതെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും മഞ്ഞക്കൊമ്പനാണെന്ന്. കാരണം ആളുടെ കീറിയ ചെവി തന്നെയാണ് ആ ഒരു അടയാളം. ഭയങ്കര ചൂടായതുകൊണ്ടാട്ടോ ആളിങ്ങനെ വെള്ളത്തിലിറങ്ങി കിടക്കുന്നത്. പിന്നെ ആൾ രാവിലെ വന്നിട്ട് തിരിച്ച് കയറി പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് ഈ പുഴയ്ക്ക് അക്കരെ പ്ലാന്റേഷനാണ്. പക്ഷേ ആൾ ജനവാസ മേഖല ആയതുകൊണ്ട് ആൾ അങ്ങടേക്കും കയറിയിട്ടില്ല. അതുകൊണ്ട് പുഴയിൽ തന്നെയാണ് ആളിന്ന് കിടക്കുന്നത്. പുഴയിൽ ഇങ്ങനെ മണിക്കൂറുകളോളം കിടക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ കാണും. അപ്പോൾ ഒത്തിരി പേരൊക്കെ ഇതിനെ കാണാൻ വേണ്ടി കൂടുമ്പോൾ ആൾ പിന്നെ ഇവിടെ നിന്ന് എണീറ്റ് നേരെ തുരുത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് അവിടെ കയറി കിടന്നുറങ്ങും. ഇതാണ് മഞ്ഞക്കൊമ്പൻ്റെ ഈയിടെയായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള പരിപാടി. മഞ്ഞക്കൊമ്പന് പുഴയിൽ കിടക്കുന്നതാണ് ഏറ്റവും സുഖം. കാരണം വൈകുന്നേരം ആകുമ്പോൾ എണ്ണപ്പനത്തോട്ടത്തിലേക്ക് അങ്ങോട്ട് കയറിപ്പോയാൽ മതി. പിന്നെ കുറേ ദൂരം നടക്കാനോ ഇല്ല, ഒന്നും ചെയ്യേണ്ട, പെട്ടെന്ന് എണ്ണപ്പനത്തോട്ടത്തിലെത്താം. ഇനി ഇടയ്ക്ക് വിശക്കുകയാണെങ്കിൽ തന്നെ പുഴയുടെ നടുക്ക് ഒത്തിരി ഇല്ലിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി ഇല്ലി തിന്നാം. പിന്നെ ഇനി ചൂടെടുക്കുകയാണെങ്കിലോ നേരെ പുഴയിലേക്ക് ഇറങ്ങാം. അപ്പോൾ ഈ പുഴ ഭാഗത്ത് തന്നെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സുഖമാണ്. അധികം മേലനങ്ങാതെ തന്നെ ആശാൻ്റെ കാര്യങ്ങളൊക്കെ സുഖമായിട്ട് നടക്കും. അതറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മഞ്ഞക്കൊമ്പൻ ഇങ്ങനെ പുഴയിൽ കിടക്കാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ തീരുമാനമൊന്നും മാറ്റിയിട്ടുണ്ട്. ഒന്ന് എണ്ണപ്പനത്തോട്ടത്തിലൊന്ന് കയറി നോക്കാം, അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ, എനിക്കൊരു പനയൊക്കെ മറിക്കാൻ പറ്റുമോ എന്നുള്ള ഉദ്ദേശത്തിൽ ആൾ എണ്ണപ്പനത്തോട്ടത്തിലേക്ക് കയറാനുള്ള പരിപാടിയാണ്. എന്തൊരു ലുക്കാണല്ലേ! നല്ല വലിയ ആനയാണ് കേട്ടോ ഈ ഒരു മഞ്ഞക്കൊമ്പൻ. ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം വലിയ ആനകളിൽ ഒരാളാണ് ഈ ഒരു മഞ്ഞക്കൊമ്പൻ. അപ്പോൾ എന്തായാലും തോട്ടത്തിൽ കയറി പന മറിക്കുക എന്നുള്ള ആശാൻ്റെ ഉദ്ദേശം നടന്നില്ല. അവിടെ നിന്ന് ആളെ തിരിച്ച് ഓടിപ്പിച്ച് വിട്ടിട്ടുണ്ട്. കാരണം പകൽ സമയമായതുകൊണ്ട് തോട്ടത്തിൽ കയറിയാലും ആരും സമ്മതിക്കില്ല. രാത്രി വന്ന് നൈസായിട്ട് തിന്നിട്ട് പോണ പോലെയല്ല പകൽ സമയത്ത് കയറുമ്പോൾ. അവിടെ ഒത്തിരി ജോലിക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കും ഒരു പേടി. എല്ലാവർക്കും ഇങ്ങനെ ധൈര്യത്തിൽ വന്ന് നിൽക്കണം എന്നില്ലല്ലോ ആനനെ കാണുമ്പോൾ. ആന ഒരുപാട് മാറിയാണ് നിൽക്കണമെങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും ധൈര്യം ഉണ്ടാവണമെന്നില്ല ആളെ കാണുമ്പോൾ ജോലി ചെയ്യാനായിട്ട്. അപ്പോൾ ആളതാ എണ്ണപ്പനത്തോട്ടത്തിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആൾ വീണ്ടും പുഴയിലിറങ്ങി. എന്തായാലും ആ ഒരു തോട്ടം വരെ പോയതല്ലേ, അപ്പോൾ ഒന്ന് കുളിച്ചേക്കാം എന്നുള്ള ഭാവത്തിൽ നമ്മുടെ ആശാൻ കുളിക്കാൻ തുടങ്ങിയേക്കാണ്. നമ്മുടെ മഞ്ഞക്കൊമ്പൻ പൊതുവേ ഇങ്ങനെ വലിയ കുളിയൊന്നുമില്ല. അതായത് ഇങ്ങനെ പുഴയിലിറങ്ങി ഇങ്ങനെ ചുമ്മാ കിടക്കുകയുള്ളൂ. പിന്നെ ഒന്ന് 2-3 തവണയൊക്കെ മുങ്ങും. അല്ലാതെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ പുള്ളി ഇങ്ങനെ കിടക്കുകയുള്ളൂ. പക്ഷെ നല്ല രസമാണ്. ഈ ഒരു തല മാത്രം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കണതാണ് നല്ല രസമാണ്. ആൾ ചുമ്മാ കിടന്നാലും നല്ല ലുക്കാണ്. അപ്പോൾ ആൾ ഇറങ്ങി വന്ന സമയത്ത് തൊട്ടപ്പുറത്തെ ഭാഗത്ത് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് കുളിക്കടവാണ്. അപ്പോൾ ആ വഴിയാണ് പുള്ളി ഇറങ്ങി വന്നത്. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആൾക്ക് കുളിക്കാനൊന്നും വലിയ മൂടൊന്നുമില്ല. ദേഹം ഒന്ന് തണുപ്പിക്കണം, അത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉദ്ദേശം. അപ്പോൾ ആളിതാ പതുക്കെ ആ ഒരു വെള്ളത്തിൽ നിന്ന് കയറാണ്. അപ്പോൾ നല്ലൊരു വ്യൂവിലാണ് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ. ബാക്കിൽ ആ വെള്ളം ഒഴുകുന്നതും ആനയും നല്ല രസമുണ്ട് കാണാനായിട്ട് ആ ഒരു വ്യൂ തന്നെ. അപ്പോൾ ആൾ നേരെ ഇല്ലിയുടെ ഉള്ളിലേക്കാണ് പോണത്. ആളിനി നേരത്തെ വിശന്നിട്ടാണെന്ന് തോന്നുന്നു ആ എണ്ണപ്പനത്തോട്ടത്തിലേക്ക് കയറിപ്പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒന്നും കഴിക്കാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളിതാ ഇല്ലിക്കാടിൻ്റെ ഉള്ളിലേക്കാണ് ഇപ്പോൾ കയറാൻ പോണത്. ഇനിയിപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം ഇല്ലിയൊക്കെ കഴിക്കാമല്ലോ. അതുമാത്രമല്ല, ഇല്ലിക്കൂട്ടത്തിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ പുള്ളിനെ ശല്യം ചെയ്യാനായിട്ട് വേറെ ആരുമില്ല. അപ്പോൾ ആൾക്ക് അവിടെ സ്വസ്ഥമായിട്ട് നിന്ന് തിന്നാം. അപ്പോൾ എൻ്റെ അടുത്ത് പിന്നെ വേറെ കുറേ പേര് ചോദിച്ചൊരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ഇവന് മഞ്ഞക്കൊമ്പൻ എന്ന് പറഞ്ഞ പേര് വന്നതെന്ന്. അപ്പോൾ ഇവൻ്റെ കൊമ്പിന് ഒരു മഞ്ഞ കലർന്നിട്ടുള്ള വെള്ള കളറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പേര് വന്നതെന്നാണ് ഇവിടെയൊക്കെ ചോദിച്ചപ്പോൾ മിക്കവരും പറഞ്ഞത്. ഈ ഒരു ആശാന് ഈ ഒരു പേര് നൽകിയത് നമ്മുടെ നാട്ടുകാരുമല്ല, നമ്മുടെ ആനക്കയം ഭാഗമുണ്ടല്ലോ, അതായത് മലക്കപ്പാറ അതിരപ്പള്ളി റൂട്ടിലെ ഒരു സ്ഥലമാണ് ആനക്കയം. അപ്പോൾ അവിടെ താമസിക്കുന്ന ആളുകളാണ് ഈ മഞ്ഞക്കൊമ്പൻ ഇങ്ങനെ ഒരു പേര് നൽകിയെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മഞ്ഞക്കൊമ്പൻ്റെ സ്വദേശം ഏതാണെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിലെ ആനക്കയം ഭാഗത്തു നിന്നുള്ള ആനയാണ് ഈ ഒരു മഞ്ഞക്കൊമ്പൻ. എന്തായാലും ഇപ്പോൾ ഇവനൊരു അതിരപ്പള്ളിക്കാരനായിട്ട് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇല്ലിയൊക്കെ തിന്ന് ആശാൻ അവിടെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ വേറെ ആക്ടിവിറ്റി ഒന്നുമില്ല. ആൾ ഇല്ലിയൊക്കെ തിന്ന് അങ്ങനെ നിന്ന് വൈകുന്നേരം ആകുമ്പോഴാണ് ഇനി പുഴ ഇറങ്ങി നമ്മുടെ എണ്ണപ്പനത്തോട്ടത്തിലേക്ക് വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.